അദ്ദേഹത്തിന്റെ പഴയ സിനിമകളുടെ റെഫറൻസസ് ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് കണക്ട് ആക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അവർ അതിന്റെ ഒരു ത്രെഡ് ഇടുന്നുണ്ട്, ഇത് വേറൊരു വേൾഡാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതങ്ങ് വർക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 200 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത് സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അതിനകത്ത് അറ്റ്മോസിന്റെ എഫക്റ്റ് ആയിരുന്നാലും പാട്ടുകളുടെ ഒരു പവർ ആയിരുന്നാലും ആക്ഷൻ സീക്വൻസസ് ആയിരുന്നാലും ഓവറോൾ ഒരു ഫാൻ വാല്യൂ ഉള്ള ഒരു നടന്റെ പെർഫോമൻസസ് കണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അത് തുടക്കം മുതൽ അവസാനം വരെ അത് തന്നെ വളരെ ഫാസ്റ്റ് പേസിലാണ് ഇത് പോണത്. ഇടയ്ക്കൊക്കെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യിപ്പിക്കുന്നതല്ലാണ്ട് പിന്നെ അങ്ങോട്ടൊരു അതിരടി വിളയാട്ടമാണ് അജിത്തിന്റെ. പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് തമിഴ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീല് വേറെ ആയിരുന്നു. ഞാൻ പോയ തിയേറ്റർ എടുത്ത് പറയേണ്ടതാണ് ആറ്റിങ്ങൽ ഡ്രീംസ് എന്നാണ് കണ്ടത്. ഡ്രീംസിലെ 2nd and 3rd സ്ക്രീൻ മൈ ഫേവറേറ്റ് സ്ക്രീൻസ് ആണ്. അതിനകത്തുള്ള ഒരു അറ്റ്മോസിൻ്റെ സൗണ്ടിങ്, എൻ്റെ അടുത്തിരുന്ന് തമിഴ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വളരെ കാമായിട്ടിരുന്നാണ് സിനിമ കണ്ടത്. പക്ഷെ നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവരും അങ്ങ് ഇളകി. സോ അങ്ങനെ തിയേറ്ററിൽ പോയി ആസ്വദിച്ച് നിങ്ങൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ വെച്ച് പിടിച്ചോ. കേരളത്തിലെ സ്ക്രീൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. നല്ല സൗണ്ടിങ്, നല്ല അറ്റ്മോസ് സൗണ്ടിങ് ഉള്ള തിയേറ്റർ ആണെന്നുള്ളത് അഷ്വർ ചെയ്തിട്ട് പോയി കാണുക.